അതായത് ഈ കുന്നത്തുനാട് സിറ്റിംഗ് MLA പി ശ്രീനിജൻ അദ്ദേഹം ഈ 564 വോട്ടിൻ്റെ ഒരു കണക്കുമായിട്ട് ഇപ്പോൾ വരേണ്ട യാതൊരു കാര്യമില്ല. 554 വോട്ടാണ്. അദ്ദേഹം ഏതാണ്ട് 6000 വോട്ട് പാർട്ടി കണക്കനുസരിച്ച് തനിക്ക് കിട്ടിയിട്ടില്ലെന്നും തദ്വാര 554 വോട്ടിൽ അദ്ദേഹം മുന്നിൽ കയറുമെന്നും അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ സത്യസന്ധമായ ഒരു പ്രഖ്യാപനം ഒരു MLA നടത്തുന്നത്. അതല്ല എനിക്ക് തോന്നുന്നു ഈ CPM-ന്റെ പാർട്ടി നടത്തിയിട്ടുള്ള വിലയിരുത്തലിൽ അവർക്ക് കിട്ടും എന്ന് അവർ പ്രതീക്ഷിക്കുന്ന സീറ്റിൽ കുന്നത്തുനാടിന് ചേർത്ത് നമുക്ക് അദ്ദേഹത്തിന്റെ ഓഡിയോ കൂടി ഒന്ന് കേൾക്കാറ്. നമ്മളോട് സംസാരിച്ചപ്പോ ശരി, അപ്പൊ നമുക്കത് കൊടുക്കാം. ഗോപി പറഞ്ഞോളൂ. അല്ല, ഞാൻ പറഞ്ഞത് കുന്നത്തുനാടിന് യഥാർത്ഥത്തിൽ CPM അവർക്ക് ജയിച്ചു കയറാൻ പറ്റുന്ന പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, മണ്ഡലങ്ങളുടെ പട്ടികയിൽ. ഇപ്പോ എറണാകുളത്ത് 14 മണ്ഡലങ്ങളാണ്. അതിൽ CPM അതിൽ 5 സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുന്നതായിരുന്നു CPM-ന്റെ പ്രാഥമികമായ വിലയിരുത്തൽ. അതിൽ കളമശ്ശേരി, കുന്നത്തുനാട്, വൈപ്പിൻ, കൊച്ചി, കോതമംഗലം ഈ 5 സീറ്റുകളായിരുന്നു. അവിടെ കുന്നത്തുനാട് പക്ഷേ ഇപ്പോൾ ശ്രീനിജൻ പറയുന്നു അങ്ങനെയല്ല പാർട്ടി വിലയിരുത്തിയിരിക്കുന്നത്. പാർട്ടി വിലയിരുത്തുന്ന 6000 വോട്ടിന് ഞാൻ പിന്നിലാകുമെന്നാണ്. പിന്നെ എനിക്ക് കുറെ വ്യക്തിപരമായ വോട്ടുകളുണ്ട്, അതെല്ലാം കിട്ടുമ്പോൾ അതും ഈ തെരഞ്ഞെടുപ്പ് ഈ വോട്ട് എണ്ണിയിട്ട് കണക്ക് പറയുന്ന പോലെയാണ് പറഞ്ഞത്. 554 അങ്ങനെ ഒരു കണക്കാണ് പറഞ്ഞത്. അല്ലാതെ എൻകൗണ്ടർ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, തോറ്റു കഴിഞ്ഞാൽ മൊട്ടടിച്ച് കംപ്ലീറ്റ് നടക്കുമെന്ന് ഉറപ്പാണെന്ന് ചോദിച്ചു. അപ്പോൾ അത് പുള്ളി പറഞ്ഞു, അത് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം തോക്കുമോ എന്ന ആശങ്കയിൽ കുറേയധികം പ്രവർത്തകർക്ക് ഉറക്കം നഷ്ടപ്പെട്ടു, അവർക്ക് മാനസിക പ്രശ്നം ഉണ്ടായി. അപ്പൊ അവർക്ക് കോൺഫറൻസ് കൊടുക്കാൻ വേണ്ടി പ്രസ് ക്ലബിൽ വരണം, എന്നിട്ട് ഒരു എഗ്രിമെന്റ് നമുക്ക് ഒപ്പിടാം. പിന്നെ ഞാൻ മുട്ടയടിച്ച് കമ്മലും കൂടി ഇടും. പിന്നെ റിയാസ് കമ്മലിടേണ്ട ആവശ്യമില്ല, റിയാസിന് കമ്മല് വേണ്ടെന്ന് എടുത്തു വെച്ച പുള്ളി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ അണികൾക്കുള്ള ഒരു കോൺഫറൻസ് നൽകാൻ വേണ്ടി പറഞ്ഞാണെന്ന്. മാത്രമല്ല നേരത്തെ പൊന്നാനി ലോക്സഭയിൽ തോക്കുകയാണെങ്കിൽ ഞാൻ MLA സ്ഥാനം രാജിവെക്കും എന്നടക്കം അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഒരു കോൺഫറൻസ് ബിൽഡിംഗ് മെഷറാണ്. SK ഒറ്റ കാര്യം പറയാം, അന്ന് വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ഒരു CPM ഞാൻ പേര് പറയുന്നില്ല, അദ്ദേഹത്തിന് ഞാൻ വിളിച്ചു, എന്താണ് കോമയുടെ അവസ്ഥ? പുള്ളി പറഞ്ഞു ഹാഷ് വിജയിക്കും. ഞാൻ എത്ര വോട്ട് ജയിക്കും? അത് ഞങ്ങളുടെ കണക്കനുസരിച്ച് 6732 വോട്ടിന് ഞങ്ങൾ ജയിക്കും. ഞാൻ 6732 വോട്ട് ഞങ്ങൾ ജയിക്കും. ഞാൻ ഉറപ്പിച്ചോ 32 കണക്ക് വരും എന്ന് പറയുമ്പോൾ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോഴത്തേക്കും ഷാഫി എത്രയോ മടങ്ങ് ഭൂരിപക്ഷത്തിന് അവിടെ ജയിച്ചേ. നമുക്ക് തിങ്കളാഴ്ച രാവിലെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഫലവും ഈ കുന്നത്താട് MLA-യുടെ പ്രഖ്യാപനം തമ്മിൽ കൂട്ടി വായിക്കേണ്ട കാര്യമുണ്ടോ? അത് ശ്രീനിജന്റെ ഒരു വ്യക്തിഗത മികവ് കൂടി കൊണ്ടാണ്. അതായത് CPIM-ന്റെ പിന്തുണ കൊണ്ട് മാത്രമല്ല, തന്റെ ഒരു വ്യക്തിഗത മികവ് കൊണ്ടുകൂടി ആയിരിക്കും താൻ ജയിക്കുക. അങ്ങനെ ജയിക്കുകയാണെങ്കിൽ എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി നേരത്തെ ഓടുന്ന പൊട്ടിക്ക് ഒരു മുഴം മുമ്പേ എറിയുക എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. അത് ശ്രീനിജന്റെ അല്ല, അതായിരിക്കാം, അതാ പറഞ്ഞത്. ശ്രീനിജന്റെ രാഷ്ട്രീയ വഴി തന്നെ ശ്രീനിജൻ ഞാറക്കൽ നേരത്തെ കൊണ്ട് സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് പരാജയപ്പെടുകയും പിന്നീട് കുന്നത്തുനാട്ടിലേക്ക് വരികയും കുന്നത്തുനാട്ടിൽ അവിടെ സാബു M. ജേക്കബുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള വിരോധം, അങ്ങനെ അതെല്ലാം കൊണ്ട് ഏതായാലും അവിടെ വലിയ ബന്ധം ശ്രീനിജനുണ്ട്. ഈ MLA എന്നുള്ള നിലയിലൊക്കെ വലിയ ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു പക്ഷേ ആ വ്യക്തിഗതമായിട്ടുള്ള ബന്ധം അദ്ദേഹത്തിന് ഗുണകരമാകും എന്ന കണക്കൂട്ടലാകും. ഞാൻ നേരത്തെ പറയാൻ വന്നത് ഈ CPM-നെ സംബന്ധിച്ച് ഈ ഒരു കണക്കെടുപ്പുണ്ട് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും. അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് മുമ്പ് തന്നെ നേരത്തെ തന്നെ നേതാക്കൾ നിർദ്ദേശം നൽകിയിരിക്കും അവിടെ ബ്രാഞ്ച് തലത്തിലുള്ള നേതാക്കളോടൊക്കെ പ്രവർത്തകരോടൊക്കെ. അതായത് CPM-ന് അല്ലെങ്കിൽ LDF-ന് ഉറപ്പായും കിട്ടുന്ന വോട്ടുകൾ മാത്രമേ നിങ്ങൾ അതിൽ രേഖപ്പെടുത്താവൂ. അതായത് ഇന്ന ആള് അത് LDF-നാണ് വോട്ട്, അത് എന്തെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ അതുപോലും രേഖപ്പെടുത്തേണ്ടതില്ല എന്നാണ്. അത് UDF-ന്റെ പക്ഷത്തേക്കോ അല്ലെങ്കിൽ മറുവശത്തെ സ്ഥാനാർത്ഥി ഏത് പാർട്ടിയാണോ 2ാം സ്ഥാനത്ത് ഉള്ളത് ആ നിലയിലേക്ക് നിങ്ങൾ കൂട്ടിയാൽ മതി എന്ന് പറയും. പക്ഷേ അവസാനം അങ്ങനെ ആ നിലയിൽ വലിയ കണക്കെടുപ്പൊക്കെ നടത്തും. ഈ കണക്കെടുപ്പൊക്കെ നടത്തിയിട്ട് അവസാനം വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓരോ ബ്രാഞ്ചും അവരവരുടെ വാർഡിൽ പിന്നിൽ പോവില്ല എന്ന് പറഞ്ഞ് കൊടുക്കില്ല സാധാരണഗതിയിൽ. അവരെല്ലാം കണക്ക് കൊടുക്കും. കണക്ക് കൊടുത്തിട്ട് അവസാനം വരുമ്പോൾ എതിർപക്ഷത്തുള്ള സ്ഥാനാർത്ഥിയായിരിക്കും വലിയ ഭൂരിപക്ഷത്തിൽ. നേരത്തെ ഹാഷ്മി പറഞ്ഞ പോലെ ഷാഫി പറമ്പിലിനെ പോലെയുള്ളവർ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. മറുവശത്താണെങ്കിൽ കോൺഗ്രസ് ആണെങ്കിൽ ഈ കണക്കുകൂട്ടലും ഇല്ല, ഒരു കാര്യവുമില്ല. തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ പക്ഷേ അവർ വിജയിക്കുന്ന അവസ്ഥയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.